എമ്പുരാനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് നാം കണ്ടത്. അതിന് പിന്നാലെ പൃഥ്വിരാജ് തൻ്റെ ജോലിയിലേക്ക് കടന്നിട്ടുണ്ട്. മറ്റൊരു ചിത്രത്തിൻ്റെ പൂജയിലേക്കാണല്ലോ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ ദൈവവിശ്വാസമില്ല, അങ്ങനെ പല നിലപാടും തുറന്നു പറഞ്ഞിട്ടുള്ള മനുഷ്യൻ ഈ വിവാദങ്ങൾക്ക് പിന്നാലെയെങ്കിലും ഇത്തരം ചടങ്ങുകളിൽ നിന്ന് മാറി നിന്നൂടെ? ഈ വിവാദം എന്ന് എമ്പുരാനിലെ പറയുമ്പം വിവാദമൊന്നുമല്ല. കേരളത്തിലെ രാഷ്ട്രീയ മതവിഭാഗങ്ങളിലിടയിൽ വലിയൊരു തീ ഇട്ടിട്ടാണ് ഇപ്പോൾ മറ്റൊരു ചിത്രത്തിലേക്ക് പോയിട്ട്. തീ വാരിക്കോരിയിട്ട് തീ ആളിക്കത്തുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയിരിക്കുന്നത്. കാരണം വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ പൃഥ്വിരാജ് പണിതു. പൃഥ്വിരാജ് അതിൽ വിജയിച്ചു എന്ന് സ്വയം പറയുകയും അത് ഫേസ്ബുക്കിലൂടെ ഒക്കെ കുറിക്കുകയും 250 കോടി ക്ലബിലാണ് എമ്പുരാൻ കയറിയിരിക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം അതിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം മലയാളികൾ പരസ്പര വിദ്വേഷത്തിനും മതസ്പർദ്ധയ്ക്കും ഇടം നൽകി. രാജ്യസഭയിൽ വരെ അദ്ദേഹം വിജയിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പരാജയപ്പെട്ടു അല്ലേ? അതെ, പരാജയപ്പെട്ടു എന്ന്. പക്ഷെ ഇനിയിപ്പം നോബഡി എന്ന് പറയുന്ന ഒരു സിനിമയാണ് രാജ്യസഭയിലല്ല ഇത് വലിയ രീതിയിൽ വലിയ ചർച്ചയായി. ഏതായാലും സിനിമ നോബഡി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് നിസാം ബഷീർ, നമുക്കറിയാം റോഷാക്ക്, കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത നിസാം ബഷീറാണ് നോബഡി എന്ന് പറയുന്ന സിനിമയാണ് സംവിധാനം ചെയ്യുന്നത്. അത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പാർവതിയാണ് ഇതിലെ നായിക, പൃഥ്വിരാജ് നായകനാണ്. കൊച്ചിയിൽ സിനിമയുടെ പൂജകൾ ആരംഭിച്ചു. അവിടെയാണ് ശ്രീജിത്ത് ചോദിച്ചതിലെ ചർച്ച ഉദിക്കുന്നത്. കാരണം പുരോഗമന ചിന്താഗതി കൂടുതലുള്ളതാണ് പൃഥ്വിരാജ്. അത് പൃഥ്വിരാജിൻ്റെ ജനഗണമന തുടങ്ങിയ പല ചിത്രങ്ങൾ, എമ്പുരാൻ തുടങ്ങിയ സിനിമകളിലെല്ലാം ഈ പുരോഗമന വാദം ആ ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പൃഥ്വിരാജ് ചെയ്യുന്നത്. പൃഥ്വിരാജിൻ്റെ അടുത്ത് പണ്ടൊരു ഇൻ്റർവ്യൂ ചോദിച്ചു, വിശ്വാസിയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്, ക്ഷേത്രങ്ങളിൽ പോകാറുണ്ടോ? ഞാൻ വിശ്വാസിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ചില പോസിറ്റീവ് എനർജികളൊക്കെ കിട്ടും. ചിലപ്പോൾ അവിടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ അവിടെ വരുന്നത് കൊണ്ടായിരിക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് എന്ന് പറഞ്ഞ ഒരു കുഴഞ്ഞു മറിഞ്ഞ ചില വാക്കുകളാണ് അദ്ദേഹം പ്രയോഗിച്ചത്. കാരണം ഞാനൊരു മതവിശ്വാസിയാണ്, അതിനി അന്ധവിശ്വാസത്തിലേക്ക് പോകും. കാരണം പൃഥ്വിയുടെ ഒരു വ്യക്തിത്വം നമുക്കറിയാം. പൃഥ്വി അങ്ങനെ ഇങ്ങനെയൊന്നും വീഴുന്ന ആളൊന്നുമല്ല. മല്ലിക സുകുമാരനും സുപ്രിയയൊക്കെ പല ക്ഷേത്രങ്ങളും തൊഴുത് മറിയുമ്പോഴും പൃഥ്വിരാജിനെ അങ്ങനെ വലിയ ക്ഷേത്രങ്ങളിലോ ഒന്നും. പക്ഷെ അതേസമയം ഇന്ദ്രജിത്തും പൂർണിമയും വലിയൊരു വിശ്വാസിയാണ്. അത് അവരുടെ ജീവിതത്തിൽ അവർ കാണിക്കാറുണ്ട്. പക്ഷെ പൃഥ്വിരാജിനെ അങ്ങനെ ക്ഷേത്രങ്ങളിൽ കാണാറുണ്ടെങ്കിലും അങ്ങനെ വലിയൊരു വിശ്വാസിയാണെന്ന് അദ്ദേഹം പറയാറുമില്ല. അദ്ദേഹം കുറച്ചുകൂടെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഈ പറഞ്ഞത് അങ്ങനെ തുറന്നു പറഞ്ഞാൽ അദ്ദേഹത്തെ എതിർക്കുന്ന മറ്റൊരു വിഭാഗമുണ്ടല്ലോ, ഇയാളെ എപ്പോഴും സുഖിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭാഗം. ആ വിഭാഗത്തിന് ചിലപ്പോൾ വിഷമം വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയാത്തത്. ഈ പിണറായി വിജയന്റെ ഭാര്യയും മകളും രഹസ്യമായി പോകുന്നത് പോലെ ഇദ്ദേഹം പോകാറുണ്ട്. പുരോഗമനം ഒക്കെ എല്ലാരും പറയും ശ്രീജിത്തെ. നമ്മൾ എപ്പോഴും കാണുന്ന നമ്മൾ സിനിമ പണ്ട് മുതൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സിനിമ ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പൂജ നടത്തും. ക്യാമറയിലെ പൂജ നടത്തുക. അതിപ്പോൾ സീരിയലിലാണെങ്കിൽ സിനിമയിലാണ് ഈ ക്യാമറയിൽ പൂജകൾ നടത്തുക. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഏത് പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും അത് അവരുടെ വിശ്വാസമാണ്. ഈ പുരോഗമനമൊക്കെ എല്ലാവരും പറയും. ഇപ്പോഴുള്ള സന്ദർഭങ്ങളിൽ മറ്റേത് ഗണപതി പൂജയാണെങ്കിൽ കുറച്ചുകൂടെ വിപുലീകരിച്ച് എല്ലാ ദൈവങ്ങളെയും വെച്ചുള്ള പൂജകളാണ്, ക്യാമറ പൂജ എന്നാണ് തോന്നുന്നത്. അത്തരത്തിൽ പൂജകൾ നടത്തിയാണ് ചിത്രീകരണം തുടങ്ങുന്നത്. ഇങ്ങനെ പുരോഗമനമൊക്കെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. എനിക്ക് ചോദിക്കാനുള്ള, ഇത്രയും പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുവിൽ അത്രയധികം വിശ്വസിക്കുന്ന പൃഥ്വിരാജ് ഈ ഹിന്ദുമത വിശ്വാസികളോട് ഈ എമ്പുരാൻ സിനിമയിലൊക്കെ നമ്മൾ കണ്ടാണ് അത്രയ്ക്ക് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ഹിന്ദു ഇങ്ങനെയാണ്, ഹിന്ദു അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെ ആത്മാവിൽ ഉദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു ഈശ്വരൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ മനുഷ്യനിലേക്കും അതിൻ്റെ നല്ല ചൈതന്യം, നല്ല അംശം സ്വാംശീകരിക്കും. അപ്പൊ പൃഥ്വിരാജ് ഈ ഒരു ഹിന്ദുമത വിശ്വാസിയെ പല രീതിയിൽ ചിത്രീകരിക്കുന്നത് വെറും പിശാച്, സാത്താൻ, ഇത്തരത്തിലുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ വരുന്നത്. പക്ഷെ ഒരു വിശ്വാസി, ഒരു ഹിന്ദു മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഒരു വിശ്വാസിയാണ്. ന്യൂനപക്ഷങ്ങളെല്ലാം ചെയ്തും വെട്ടിയും കൊല്ലുന്ന മനുഷ്യരാണ്. വെറും നീച രാക്ഷസ ജന്മങ്ങൾ എന്നുള്ള രീതിയിലാണ് ഈ എമ്പുരാൻ സിനിമയെ പോലെ ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസിയെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പൊ ഹിന്ദുമതം എന്താണ്,
പഠിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ അല്ലാതെ എന്താ പറയുക ക്ഷമയുടെയും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ സത്യത്തിലേക്കും ഒക്കെ ഊന്നുന്ന പല കാര്യങ്ങളുമാണ് ഊന്നൽ നൽകിയ നല്ല ധർമ്മങ്ങളാണ് ഹിന്ദുമത വിശ്വാസത്തിലേക്ക് എല്ലാവരെയും. അതുപോലെ തന്നെയാണ് ക്രിസ്തു മതത്തിലും ക്ഷമയായാലും മറ്റുള്ള നല്ല കാര്യങ്ങൾ എല്ലാ മതത്തിലും, എല്ലാ ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ഇനി പറഞ്ഞ വേദങ്ങളിലാണെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനുഷ്യനെ വളർത്തുന്ന ഓരോ മതങ്ങളാണ്. പക്ഷേ ഈ പൃഥ്വിരാജ് സിനിമകളിലുടനീളം കാണിക്കുന്നത് ഹിന്ദു എന്തോ ഒരു രാക്ഷസൻ, ഹിന്ദു എന്തോ ഇതാണ്, അവൻ ഹിന്ദുമത വിശ്വാസിയാണ്, അവൻ സംഘി, അവൻ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ കൊല്ലുന്നു, കൊന്നു തള്ളുന്നു, മറ്റു മത വിശ്വാസികൾ ഇതെന്തോന്ന് രാക്ഷസരോ അതോ. അല്ല, അദ്ദേഹത്തിന്റെ നിലപാടും അങ്ങനെയാണ്. ഈ ഗാസയിൽ കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരും, പക്ഷെ ബംഗ്ലാദേശിൽ ഈ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ കാണാറില്ല, ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വരാറില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഒരു വിഭാഗത്തോട് മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമ ജയിക്കണമെങ്കിൽ ഗണപതിക്ക് തേങ്ങ ഒടിച്ചെങ്കിലേ അദ്ദേഹം സിനിമയുടെ പൂജ നടത്തൂ. പൂജ നടത്തി അദ്ദേഹം ചിത്രീകരണം തുടങ്ങും. അദ്ദേഹത്തിന് ഗണപതിക്ക് തേങ്ങ ഉടച്ചേ പൂജ നടത്തു, ചിത്രീകരണം തുടങ്ങും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ട് അങ്ങനെയുള്ള ഒരു പുരോഗമനപരമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലാണെങ്കിൽ അദ്ദേഹം അള്ളാഹുവിനെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്ത് അദ്ദേഹം തുടങ്ങാത്ത അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുള്ള സിനിമക്ക് അദ്ദേഹത്തിന് വലിയ അവകാശം കാണുമല്ലോ. എന്തായാലും വലിയ അവകാശമാണ്. ഇപ്പം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഇപ്പം ഈ സിനിമയിലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ ശ്രീത്ത് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമല്ല, വിശ്വാസ സ്വാതന്ത്ര്യവും ഉണ്ട്. പണം മുടക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അവകാശപ്പെടാമല്ലോ, ഇങ്ങനെ ഒരു പൂജ വേണ്ട, എനിക്ക് താല്പര്യമില്ല, എനിക്ക് വിശ്വാസമില്ല, അതോടൊപ്പം തന്നെ ഞാൻ പണം മുടക്കുന്ന പടത്തിൽ അങ്ങനെ വിശ്വാസം എനിക്ക് വിശ്വാസം വേണ്ട, ഇവിടെ ഒരു ദൈവമോ അല്ലെ അങ്ങനൊന്നും അല്ല, എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളോ യാതൊന്നും അല്ല, ഞാൻ ഹിന്ദുവിലല്ല വിശ്വസിക്കുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞിട്ട് നല്ല ഈ പുരോഗമനപരം അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളിലും അദ്ദേഹം കൈക്കൊള്ളാം അല്ലേ? അത് തീർച്ചയാണ്, അത് നല്ലൊരു ചോദ്യം തന്നെയാണ്. കാരണം പൃഥ്വിരാജിന് അങ്ങനെ വേറൊരു രീതിയിലോട്ട് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്, വേറെ ആരും അതിൽ ചോദ്യം ചെയ്യുകയില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇത് വാരാൻ പൈസ വാരാൻ ദൈവം വേണം, അല്ലാത്തപ്പോ ഹിന്ദു അല്ല, പൈസ വാങ്ങാൻ ദൈവവും വേണം, ജനങ്ങളെ തമ്മിലടിച്ചാലും പൈസ ഉണ്ടാക്കണം. അതൊരു വല്ലാത്ത ചിന്തയാണ്. കാരണം എമ്പുരാൻ ഇപ്പം ശ്രീലേഖ IPS പോലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവരെ പോലുള്ളവർ ചിന്തിക്കുന്ന തലങ്ങൾ വേറെ രീതി. ഇപ്പം ശ്രീലേഖ IPS മാത്രമല്ല, സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മൂളയുള്ള വർഗീയവാദമില്ലാത്ത പല വ്യക്തികളും പ്രമുഖരും ഈ ചിത്രത്തെ അങ്ങനെ തന്നെയാണ് പരാമർശിക്കുക. ഇനിയെങ്കിലും പൃഥ്വിരാജിന് അതൊരു ബോധോദയം ഉണ്ടാവണം, ഒപ്പം മല്ലിക സുകുമാരന്. കാരണം ഇത്തരത്തിൽ വർഗീയ വിഷമല്ല ഒരു സിനിമ കുത്തിവെക്കേണ്ടെന്ന്, ജനങ്ങളെ തമ്മിൽ പരസ്പരം അടിച്ച് പിരിയിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു സിനിമ നല്ല അംശങ്ങളാണ് കൊടുക്കേണ്ടുന്നത് അല്ലേ? ഇപ്പം സുകുമാരനാണെങ്കിൽ മല്ലിക ചേച്ചിയുടെ ഭർത്താവ് സുകുമാരനാണെങ്കിൽ അഭിനയിച്ച രാഷ്ട്രീയ ബോധമുള്ള സിനിമകൾ പലതുമുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നല്ല ബോധമാണ് കൊടുക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം അവിടെ കൊടുത്തിരി, അല്ലെങ്കിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു നല്ല ബോധം. ഈ ചിത്രത്തിലൂടെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ പോലും വിറയ്ക്കുന്ന തരത്തിലുള്ള പീഡന രംഗങ്ങളും അല്ലെങ്കിൽ ആക്രമണങ്ങളും, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഒരു ഏകപക്ഷീയമായി പോകാതെ അവർക്ക് അതിൻ്റെ ചരിത്രം കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ അത് എമ്പുരാൻ ഉദ്ദേശിച്ചിലും വലിയൊരു വിജയമായിട്ട് മാറിയിരുന്നു. പക്ഷേ പൃഥ്വിരാജ് എടുക്കുന്ന മിക്ക സിനിമകളിലും, ഇപ്പം ജനഗണമന ഉൾപ്പെടെയുള്ള സിനിമകളിലും ഇത്തരത്തിലുള്ള വർഗീയ വിഷവും മതസ്പർദ്ധയും വളർത്തുന്നത്. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു വ്യക്തി മനുഷ്യന് നൽകേണ്ടുന്ന നല്ല ഗുണങ്ങളാണ്, അല്ലാതെ മനുഷ്യനെ തമ്മിലടുപ്പിച്ച് കാശുണ്ടാക്കിയിട്ട് എന്ത് നേടാനാണ്? ഇതിലൊന്നും നേടാനില്ല. അത് പൃഥ്വിരാജിന്റെ കുടുംബത്തിന് കുറച്ച് നാളൊക്കെ നിലനിൽപ്പ് കാണും. ഇതിപ്പോൾ EDയും അല്ലെങ്കിൽ ഇൻകം ടാക്സ് അന്വേഷണവും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഏത് തരത്തിൽ എമ്പുരാനിൽ ലൂസിഫറിൽ എത്തി നിൽക്കുന്നു, ഇനി അത് അടുത്ത വർഷമാകുമ്പോൾ എമ്പുരാനിൽ എത്തി നിൽക്കും. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് കമ്പനി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ സിനിമയുടെ ഈ പണവുമായി ഇടപെട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള നാളെ വീണ്ടും അന്വേഷണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം തുടരെ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ തുടരെ സിനിമകൾ നിർമ്മിക്കുന്നു. ഇതിനിടയ്ക്ക് കരീന കപൂറുമായിട്ട് ബോംബെയിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇനി അവിടെ വല്ല സിനിമയുടെ പുതിയ ചിത്രീകരണമാണോ? കാരണം കഴിഞ്ഞ വർഷം എന്തോ ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ. അദ്ദേഹം ഇവിടെ ഒരു ബോംബിട്ട് എറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അവനവൻ്റെ കാര്യം സ്വാർത്ഥത നോക്കി പോകുന്നു. ഇവിടെ എന്തായാലും എന്ത്, ജനങ്ങൾ തമ്മി അടിക്കട്ടെ, കുറേ എണ്ണം നമ്മളെ പോലുള്ള കുറേ മാധ്യമ പ്രവർത്തകരും ഇങ്ങനെ കിടന്ന് കൊലമ്പട്ടെ, എനിക്കെന്ത്, ഞാൻ നേടിയെടുത്തു, എനിക്ക് എൻ്റെ കുടുംബത്തിന് ലാഭം, ഞങ്ങൾ
കോടികൾ കൊയ്ത് നീയൊക്കെ അവിടെ കിടന്ന് അടിക്കും. ഈ ഒരു ചിന്താഗതി ആദ്യം പൃഥ്വിരാജ് മാറ്റുക. കാരണം ഒരു ഡയറക്ടർ എന്നതിലപ്പുറം ഒരു കലാകാരനാണ്. ഒരു കലാകാരന് വേണ്ടുന്ന സമൂഹത്തിന് കൊടുക്കേണ്ടുന്ന നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും, അതല്ലാത്ത പക്ഷം ആ ഒരു കലാകാരൻ തോൽക്കുകയാണ് ചെയ്യുന്നത്.